സിനിമയിൽ ആർട്ട് ഡയറക്ടറുടെയും പോസ്റ്റർ ഡിസൈനറുടെയും വേഷം ഒരുപോലെ കൈകാര്യം ചെയ്ത് വിജയങ്ങൾ എഴുതിയ കഥയാണ് കിത്തോയ്ക്ക് പറയാനുള്ളത്. സിനിമയെ ആദിമധ്യാന്തം മനസ്സിലാക്കി തന്നെയാണ് ഇദ്ദേഹം ചലച്ചിത്ര രംഗത്ത് തന്റെ വേഷങ്ങൾ ഭംഗിയാക്കിയിരുന്നത്. പോസ്റ്റർ ഡിസൈനിങ്ങിൽ എന്നും സ്വന്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ കലാകാരൻ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മിക്ക പടങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളുടെ ആർട്ട് ഡയറക്ഷനും ഞാൻ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആർട്ട് ഡയറക്ഷനും കൂടി വർക്ക് ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് സ്ക്രിപ്റ്റുകളെല്ലാം മനസ്സിലാക്കി ഷൂട്ടിങ്ങിനോടൊപ്പം കുറേ സമയം ചെലവഴിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം സിനിമയുടെ ഉള്ളടക്കം, അതിൻ്റെ സീൻസിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കത് വളരെ ഈസിയായി പരസ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇന്ന സീനുകളൊക്കെ വളരെ ഇഫക്റ്റീവാണ്. അത് ലേഔട്ടിൽ കൊള്ളിച്ചാൽ അത് ഇമ്പ്രസ് ചെയ്യും എന്നുള്ള ഒരു ധാരണ, സിനിമയെ പറ്റിയുള്ള ഒരു ധാരണ പബ്ലിസിറ്റി ഡിസൈനർക്ക് അന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ സ്റ്റാർ വാല്യൂ അനുസരിച്ചിട്ട് പരസ്യങ്ങളുടെ ലേഔട്ടിന് വ്യത്യാസം വരും. അത് ചില സമയത്ത് നമുക്ക് സിനിമയുടെ ആശയങ്ങൾ മാറി കഥാപാത്രങ്ങളിലേക്ക് പോകും, ഡിസൈനിൻ്റെ ഇഫക്റ്റ് അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ കഥയായിട്ട് ബന്ധപ്പെടുത്തി സിനിമ ലേഔട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില പ്രൊഡ്യൂസർമാർ വന്ന് പറയും, ഇപ്പോൾ നല്ല സ്റ്റണ്ട് വേണം, ആക്ഷൻ വേണം, ഡിസൈൻ കാണുമ്പോഴത്തേക്കും നല്ല ആക്ഷനുള്ള പടമാണ് എന്ന് തോന്നിപ്പിക്കണം എന്ന് ഒക്കെ ഇൻസ്ട്രക്ഷൻസ് ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുക്കൽ നിന്നും പ്രൊഡ്യൂസർമാരുടെ അടുക്കൽ നിന്നൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സെക്സി ആയിരിക്കണം ഡിസൈൻസ്, അപ്പോൾ അതിന് പറ്റിയ സ്റ്റിൽസൊക്കെ പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ വരും. അത് സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അത് പ്രൊഡ്യൂസർമാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവരത് ആവശ്യപ്പെടും, ഇന്നതുപോലെ വേണമെന്ന്. വാസ്തവം പറഞ്ഞാൽ അതൊരു തെറ്റായ ധാരണയാണ്. സിനിമാ പോസ്റ്ററുകൾക്ക് വ്യത്യസ്തതയുടെ മാനം നൽകിയ പോസ്റ്റർ ഡിസൈനറാണ് കിത്തോ. തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹം തന്റെ പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്തിരുന്നത്. ഒരു ചിത്രകാരന്റെ മനസ്സും ബുദ്ധിയും സമന്വയിക്കപ്പെട്ടതായിരുന്നു കിത്തോയുടെ ഓരോ സൃഷ്ടിയും. മിക്കവാറും പല പടങ്ങളും എനിക്ക് പേരുണ്ടാക്കിയിട്ടുള്ള പടങ്ങളായിരുന്നു. അക്ഷരങ്ങൾ, MT വാസുദേവൻ നായരുടെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ രക്തം, ചക്കരയുമ എന്നൊക്കെ പറയുന്ന പടങ്ങളൊക്കെ ഭയങ്കര നൂറിലധികം ദിവസങ്ങൾ ഓടിയ പടങ്ങളാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പരസ്യങ്ങൾ വളരെ ഇഫക്റ്റീവായിരുന്നു, എല്ലാവരും പറയാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു പരസ്യം ആരോരും അറിയാതെ എന്ന സിനിമയുടെ പരസ്യമായിരുന്നു. ആ ചിത്രം ത്തിൻ്റെ പരസ്യം ഞാൻ എടുത്തപ്പോഴത്തേക്കും പരസ്യം ചെയ്യാനായിട്ട് അതിനാവശ്യമായ സ്റ്റില്ല് കിട്ടിയില്ല. ഞാൻ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ലൈൻ ഡ്രോയിങ്ങിൽ വരച്ച് ഒരു കാർട്ടൂൺ ഇഫക്റ്റിൽ ഒരു കാരിക്കേച്ചർ ഡ്രോയിങ് എന്ന രീതിയിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കി. അതെനിക്കൊരു നല്ല മാർക്കടിച്ച ഒരു സംഭവമായിരുന്നു. ഈ മധു, പിന്നെ ഗോപി, നെടുമുടി വേണു, കരമന അവരെയൊക്കെ ലൈൻ ഡ്രോയിങ്ങിൽ വരച്ചിട്ട് ഒരു നല്ലൊരു ആക്ഷൻ ഡ്രോയിങ്ങിൽ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത് അത് അക്കാലത്ത് എനിക്ക് വളരെ മാർക്ക് കിട്ടിയ ഒരു പോസ്റ്ററായിരുന്നു. ആർട്ട് ഡയറക്ടറായും പോസ്റ്റർ ഡിസൈനറായും സിനിമയിൽ ഇരട്ട വേഷങ്ങൾ ആടി തിളങ്ങി നിൽക്കെ കിത്തോ മറ്റൊരു വേഷം കൂടി കെട്ടി, ഒരു നിർമ്മാതാവിന്റെ വേഷം. സിനിമാ നിർമ്മാണം നഷ്ടക്കച്ചവടമായില്ലെങ്കിലും ഈ കലാകാരന് അത് മറ്റു ചില നഷ്ടങ്ങൾക്ക് വഴിവയ്ക്കുകയാണ് ചെയ്തത്. ഈ സിനിമാക്കാരും സിനിമാ പ്രവർത്തകരും ഒക്കെ ആയിട്ട് നടന്മാരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കല്ലൂർ ഡെന്നിസും ഞാനും കൂടി ഒരു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ ചിത്രം ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ് എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. അതിനകത്ത് അഭിനയിച്ചിരുന്നത് ജയറാമും സുരേഷ് ഗോപി, ഇന്നസെൻ്റ് മാള, അങ്ങനെയൊക്കെയുള്ള സുമലത, അങ്ങനെയൊക്കെയുള്ള നല്ല സൂപ്പർ താരങ്ങൾ തന്നെയായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. പക്ഷെ അത് ഞങ്ങളത് വളരെ എക്കണോമിക്കലായിട്ടൊക്കെയാണ് പടം പിടിച്ചത്. കമലായിരുന്നു സംവിധാനം.
തിരക്കഥ ജോണും കലൂർ ഡെന്നിസും ഒക്കെ കൂടിയാണ് എഴുതിയത്. ആ പടം പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ തളരാൻ തുടങ്ങി. അതായത് ഈ പബ്ലിസിറ്റിയും മറ്റു വർക്കുകളുമൊക്കെ, അതിനൊക്കെ നമ്മൾ പല ആളുകളും നമ്മളെ മാറ്റി നിർത്താൻ തുടങ്ങി. കാരണം നമ്മൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലേക്ക് മാറിയതോടുകൂടിയാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് ഇനി ഒരു ജീവിത മാർഗമായിട്ട് പ്രൊഡക്ഷൻ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി നിർത്താമെന്ന് കലൂർ ഡെന്നിസും ഞാനും കൂടെ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ പടം, അതോടുകൂടി തന്നെ ഞങ്ങൾ ആ പരിപാടി ക്ലോസ് ചെയ്യണം ചെയ്തത്.